നല്ല ചൂടുണ്ട് ഇഞ്ചി തീയലിന്. മുമ്പേ ഒന്ന് ടേസ്റ്റ് നോക്കിയതാ. ഒന്നും പറയാനില്ല. കാരണം ഈ ഓപ്പൺ കിച്ചണില് പുതിയതായിട്ട് വെച്ചപ്പുണ്ടല്ലോ, ഭയങ്കരമായിട്ട് രുചി. അത് ചായക്കാവട്ടെ, അതുപോലെ തന്നെ ഈ പുട്ടിനും ചട്ടപ്പുട്ടിനാവട്ടെ, ഈ പറയുന്ന ഇഞ്ചി തീയലിനാവട്ടെ, ഭയങ്കര ടേസ്റ്റ്. ഒരു പ്രത്യേകതരം രുചി എന്ന് പറയാം. എന്താണെന്ന് അറിയത്തില്ല, നല്ല രുചിയെന്ന് തോന്നുന്നു. മുള്ള ഹായ്, നീ മുള്ളൻ അയച്ചു കൊടുക്കാനാന്ന് എനിക്കറിയാം. എന്താ പറ്റി പൊന്നപ്പന്? ഇല്ല, ചീട്ട് എടുത്തതേ ഉള്ളൂ. എന്താണ് പിന്നെ വിശേഷം? സുഖമല്ലേ? ഫാമിലി ആയിട്ടിരിക്കുന്നോ? നമ്മുടെ ആ അടുപ്പൊക്കെ എന്തോ ഇന്ന് അണ്ണം വന്നൊരു സന്തോഷം. പാലുകാച്ചാണ്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാവനെ. അടുപ്പിന്റെ വീഡിയോ ആരും തെറ്റിദ്ധരിക്കരുത്, സമാധിയൊന്നും അല്ല, അടുപ്പാണ് അവൻ ഉണ്ടാക്കിയത്. അപ്പം അടുപ്പിന് വേണ്ടി എല്ലാരും വന്ന് ആരും മാന്തി പൊളിക്കരുത്. അതിനകത്ത് അടുപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ പോട്ടോ, ഒരാളവിടെ കാത്തിരിക്കും വീട്ടിലുണ്ട്. ഡോക്ടറെ കണ്ടോ? ഇന്നലെ രാത്രി പൊന്നപ്പന് നല്ല ചൂടും ചുമയും ചെറുതായിട്ട് തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും അന്നേരം കൂടെ പൊന്നപ്പനെ ആശുപത്രി കൊണ്ടുവന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം പുതിയ അടുക്കളയുടെ പാലുകാച്ചൊക്കെ നടത്താൻ. ആശുപത്രി നല്ല തിരക്കാണ്. ഇനി ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിച്ചെന്ന് വീട്ടിൽ പോകാം. ഹായ് ലേഖേ. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷമുണ്ട്. അത് ഒരു സർപ്രൈസ് ആണ്. സർപ്രൈസാ. പിന്നെ ഒരു സർപ്രൈസ് വിശേഷമുണ്ട്. പൊന്നപ്പന് ഉഷാറില്ലല്ലോ, എന്ത് പറ്റി? പൊന്നപ്പന് പനിയാ. പൊന്നപ്പനെ ആശുപത്രി കൊണ്ടുപോയി, മരുന്നൊക്കെ മേടിച്ച്. ഇന്ന് സ്കൂളിൽ പോയില്ല. ആശുപത്രി പോയപ്പം ഷാഡോബ്രോ കണ്ടായിരുന്നു. ശ്രീതണ്ണനെ കണ്ടായിരുന്നു. ശ്രീതണ്ണ അവിടെ വന്നായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഓമനമ്മ എന്താണ് ഇന്നൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ ഓമനമ്മയുടെ മുഖത്ത്. ഇന്ന് എന്തോ ഇഞ്ചി കൂട്ടാൻ വെക്കുന്നത്. അതെ, പഴയ ഒരു അടുക്കളയിലല്ല ഇന്ന്, അല്ലേ? വേറെ അടുക്കളയിലുണ്ട്. അതെ, വെളിയിലാണ്. ഇഞ്ചി കൂട്ടാൻ വെക്കുന്നത് പോലല്ല ഞാൻ വെക്കാൻ പോകുന്നത്. അതെ, ഓമനമ്മ ഒരു പ്രത്യേക രീതിയിൽ പാചകം ചെയ്യും. ഓമനമ്മയുടെ രീതിയിൽ, ഓമനമ്മയുടെ അമ്മ ചെയ്ത രീതിയിലല്ലേ വെക്കുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഓമനമ്മയുടെ കൊച്ചു കൊച്ചു പാചകങ്ങള്, ലേഖയുടെ പാചകങ്ങള്, പൊന്നപ്പന്റെ പാചകമുണ്ട്. പൊന്നപ്പന് പാചകക്കാരിയാ. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. നമുക്ക് എല്ലാവരെയും നമുക്ക് ആ പുതിയ അടുക്കള ഒന്ന് കാണിക്കാം, അല്ലേ? ഇതാണ് അല്ലേ? ഇതാണ് അടുക്കള. ഇതാണ് ഒരു ചെറിയൊരു അടുക്കള വെളിയില്. ഇതിന്റെ ടോപ്പ് വശമൊക്കെ ഇനി ചെയ്യാനുണ്ട്, ഇല്ലയോ? ഉണ്ട്. ഇനി ഇത്രയും ചെയ്തിട്ട് ഇനി പാചകമൊക്കെ ചെയ്തിട്ട് ഇന്നൊരു ചെറിയ പാലുകാച്ചി നടത്തുകയാണ്, ഇല്ലേ ഓമനമ്മേ? പൊന്നപ്പാ, പാചകം ഇന്ന് നമ്മള് ഇതിന്റെ ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ട്. അപ്പൊ പാലുകാച്ചൽ എന്ന് പറഞ്ഞാൽ ചായ ഇടുക, ഇല്ലേ? അതിനുവേണ്ടിയുള്ള പാല്, പിന്നെ പാത്രങ്ങള്, പഞ്ചസാര, തേയില, പിന്നെ അപ്പുറത്ത് ഇപ്പൊ ഒരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലേ? അപ്പൊ ചിരട്ടപ്പുട്ടിനുള്ള പുട്ടുപൊടി, പിന്നെ തേങ്ങ, ഇഞ്ചിക്കോടുള്ള തേങ്ങയാണ്. പഞ്ചസാര, കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ പുട്ടിന്. തേങ്ങയ്ക്ക് ഭയങ്കര വില. തേയില, പിന്നെ പാത്രം എല്ലാം ഉണ്ട്. ഓമനമ്മ ഇനി മുതൽ ഇവിടെ വെളിയിൽ നമ്മുടെ സാന്ദ്രയായിട്ട് ഇന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാം, അല്ലേ? ഇതിന്റെ ടോപ്പ് വശം നമ്മള് ചെയ്യുന്നുണ്ട്. കാരണം മഴയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാണ് 2 ദിവസം കൊണ്ട് നമ്മള് ചെയ്തതില് കുറച്ച് ആൾക്കാരൊക്കെ സമാധിയാണോ എന്നൊക്കെ ചോദിച്ച്. പക്ഷെ അതൊന്നും അല്ലത്, സമാധിയൊന്നും അല്ല, അല്ലേ? അടുപ്പാണ്. ഇതിനകത്ത് ആരെയും സമാധിയൊന്നും വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്തല്ല ഓട്. അതിന്റെ ആരും സമാധിയൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ആരും വന്ന് പൊളിക്കത്തൊന്നും ഇല്ലല്ലോ ഇത്. അപ്പം ഇനി നമുക്ക് ഈ കുക്കിങ്ങിലേക്ക് പോകാം, അല്ലേ? നമ്മുടെ ഓമനമ്മ അച്ചാച്ചനോടാണ് കാണിച്ചത്. ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു.
കാച്ചൽ ചടങ്ങ് കഴിഞ്ഞ് ചായ തിളക്കിയാണ്, പഞ്ചസാര ഇട്ട് ഇളക്കുക അല്ലേ. ഇന്നത്തെ വീഡിയോക്ക് നല്ല നല്ല ലെങ്ത് ഉണ്ട്. ഇങ്ങോട്ട് ചായയുടെ ടേസ്റ്റ്, നമ്മുടെ പുതിയ അടുക്കളയിൽ നിന്നുള്ള നല്ല രുചി. മണത്ത് നോക്കാം, മണം വന്നു. അങ്ങനെയൊക്കെയാണ് പഴമയുള്ളവർ പറയുന്നത് കേൾക്കണം. അരിപ്പൊടി വറക്കുമ്പോ മണം തേങ്ങ അവിടെ വെക്ക്, ഇതിനും വേണം തേങ്ങ, ഇഞ്ചി, മറ്റെന്ത് പാത്രം പുട്ട് വെക്കാനും പുട്ടുണ്ടാക്കാനും ഇത്രയും പോരെ. ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട്. ഞാൻ തേങ്ങയും ഇഞ്ചിയും കൂടെ വറക്കാൻ പോയെടുക്കുവാണ്. ഇനി ഇതിനകത്ത് ഇഞ്ചിയും തേങ്ങയും കൂടെ വറക്കാനുള്ള മിക്സ് ചെയ്തിട്ട് അതിനുള്ള കൂട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇഞ്ചിയും തേങ്ങയും കൂടെ വറക്കുവാണ് ഇഞ്ചി കൂട്ടാനുള്ള. കൊള്ളാം. വെള്ളം ഒഴിച്ചു. ഉപ്പാണോ നീര്, ഇപ്പൊ നീരാ, പൊടി ഇട്ടാ കൊള്ളത്തില്ല. ഞാൻ നോക്കട്ടെ, പരുവം നോക്കിട്ടെ. ഉലുവാപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർക്കണം. മഞ്ഞപ്പൊടി ഉലുവാപ്പൊടി. ഞാനത് പുളി നോക്കിക്കേ, ഉപ്പും പുളിയും നോക്കിക്കേ. ആ കഴിഞ്ഞോ? ഇടത്തെ കൈക്ക് നമ്മൾ ഇടത്തെ കൈ കൊണ്ടല്ലേ എടുത്ത് നോക്കുന്നതല്ലേ. ആണായാലും പെണ്ണായാലും ഇടത്തെ കയ്യിൽ എടുത്താ നോക്കുന്നത്. മതിയോ? പുളി മതിയടി, പുളി മതി. മതിയാ? കരിയാപ്പില. ഉപ്പ് ശകലം കൂടെ ആണോ? നീരാ ഒഴിക്കുന്നത്. കൂടി ഇട്ടാലേ മണ്ണ് വരും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, പുളി, കരിയാപ്പല ഇട്ട് അടപ്പേ വെക്കുക.
എന്താണോ അതിന് ഹായ് ഓമനമ്മേ, ലേഖേ, പൊന്നപ്പ. പുതിയ അടുക്കള എങ്ങനെയുണ്ട്? പുതിയ അടുക്കള അടിപൊളി. ചായ ഇട്ട് വെക്ക് എന്താന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല നല്ല രുചിയുണ്ട് ടേസ്റ്റ്. ചായക്ക്. പുട്ട് കണ്ട ഇനി കഴിച്ചു നോക്കണം, പുട്ടിന്റെ ടേസ്റ്റ്. പിന്നെ ഇഞ്ചിത്തീയല്. അപ്പൊ എല്ലാത്തിന്റെയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്തോളാം. അമ്മ എടുത്ത് ഞാൻ കഴിക്കണ്ട. ഒരു പഴം എടുത്ത് ഒന്ന് ഇളക്കി നമ്മുടെ പുതിയ കിച്ചണിലെ. അതിന് പഴം വേണമെന്നില്ല, അല്ലാതെ വെച്ചിരുന്ന പഴം ഞെവടി. അങ്ങനെ ആദ്യമായിട്ട് തിന്നാൻ ഒന്നും ടേസ്റ്റ് ഉണ്ട്. ആദ്യമായിട്ട് എനിക്കോ? വേണ്ട, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ കഴിക്കും, നിങ്ങൾ ടേസ്റ്റ് ചെയ്യും. നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പൊന്നപ്പന കൊടുക്കണ്ട, ഓമനമ്മയ്ക്കൂടെ കൊടുക്കും. അമ്മയ്ക്ക് വായി വെച്ച് തരാം, അമ്മ തന്നെ നിന്നോളാ. എങ്ങനുണ്ട്? നല്ലതാണോ? നല്ല മയമുണ്ട്. ചിരട്ടപ്പുട്ടും പഴവും. പിന്നെ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഇഞ്ചിത്തീയല് അമ്മ ടേസ്റ്റ് നോക്കിയ. ഇഞ്ചിത്തീയല് പഴം തേണ്ടെടുത്തോണ്ട് പോയെണ്ണ. പഴം കഴിക്കല്ലേ ഓനപ്പാ? ഓമനമ്മയുടെ ഇഞ്ചിത്തീയല്. ഓമനമ്മേ, ഇഞ്ചിത്തീയല് ഓമനമ്മ വെച്ച ഇഞ്ചിത്തീയല്. ഓമനമ്മ തന്നെ ടേസ്റ്റ് ചെയ്യുക. ഞാനിച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പൊന്നപ്പന് ഇച്ചിരി കൊടുക്കും. പൊന്നപ്പന് ഇച്ചിരി കൊടുക്കും. എനിക്ക് എടുത്തരാ. ചൂട് മാറ്റിട്ട് കുഞ്ഞിന്റെ കയ്യിലോട്ട് ഒഴിച്ചു. ചൂടോട് വരെ. ഞാൻ മുമ്പേ ടേസ്റ്റ് നോക്കി, അതുകൊണ്ട് എനിക്ക് വേണ്ട. ഞാൻ പുട്ട് തിന്നോ, എനിക്ക് പുട്ടും പഴം. ഇത് തുടങ്ങിയപ്പോ നമ്മൾ ഇത്രയും വിചാരിച്ചില്ല അല്ലേ, ഇത്രയും വളരെ ഭംഗിയാവും എന്നുള്ളത്. മേക്കൂരയൊക്കെ കെട്ടണം. മഴ ചാറുമായിരുന്നു. ഇഞ്ചിത്തീയൽ എങ്ങനെയുണ്ട്? ഇഞ്ചിത്തീയല് അല്ല, കയ്യിലോട്ട് ശാലം ഒഴിക്കും. ഇല്ല, ചൂടില്ല കളാ. അമ്മ എന്നാ ചൂടില്ലെന്ന് ഒഴിച്ചോടില്ലെന്ന് പറഞ്ഞപ്പോ ഇയാൾ കയ്യിലോട്ട് ഇട്ട് കഴിച്ചേ. ആ പൊന്നപ്പൻ എന്നാ ഉണ്ടോ? ലേഖ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഞാൻ ഇഞ്ചിത്തീയലിന്റെ ആളാണ്. ഇഞ്ചിത്തീയൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ പുതിയ അടുക്കളയിൽ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് ഇഞ്ചിത്തീയലൊക്കെയാണ്. ഇഞ്ചിത്തീയലും ചിരട്ടപ്പുട്ടും ചായയും. എങ്ങനെയുണ്ടെന്നാ? സൂപ്പർ. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പറയാതെ പാളാന്തോടം പഴം. ഞാൻ ഇച്ചിരിയെ കഴിച്ചുള്ളൂ, എനിക്ക് ഇച്ചിരി കൂടെ വെച്ചേക്കണേ. അത് വെച്ചേക്കാം. പാളാന്തോടം പഴം അങ്ങോട്ട്. പൊന്നപ്പന് പഴം കൊടുക്കണ്ട, പൊന്നപ്പന് പനിയ. അതെ, പൊന്നപ്പന് പനിയായോണ്ട് പഴം. ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ചിരട്ടപ്പുട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ചിരട്ടയുടെ കുറ്റിയാണ്. ആർക്കെങ്കിലും ഈ ചിരട്ടയുടെ ഇത് റെഡിയാക്കി തരണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി തരാം. നമ്മൾ കഴിക്കുകയാണ്. അത് സൂപ്പർ. നല്ല സോഫ്റ്റ് ഉണ്ട്. സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ് ഉണ്ട്. ഇച്ചിരി വെച്ചേക്കണേ. ഓമനമ്മയും കഴിക്കാം. എനിക്കിനി ഒരു സാധനം കൂടെ ടേസ്റ്റ് ചെയ്യാനുണ്ട്. ഇഞ്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. കുഴപ്പമില്ല, കറിയാണ്. അപ്പം ഒരു ചൂടോടെ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതിയുള്ളൊരു കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. അണ്ണന്റെ ഫേവറേറ്റാ ഇഞ്ചിത്തീയല്. പൊള്ളി. കൊതി മൂത്ത് കൈ പൊള്ളി. അതെ, ഈ പഴവും ഈ പുട്ടും പഴവും കഴിച്ചതിന്റെ കൂട്ടത്തിൽ ഈ ഇഞ്ചി അച്ചാറും കൂടെ കഴിച്ചപ്പോ ഉണ്ടല്ലോ. ഇഞ്ചി അച്ചാറല്ല, ഇഞ്ചിത്തീയല് കഴിച്ചപ്പോ ഭയങ്കര രുചി, നല്ല രുചിയുണ്ട്. കാരണം ഒരു ചെറിയ മധുരവും. അതെ, മധുരം അത്യാവശ്യം ഉണ്ട് അതിന്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ഓമനമ്മയുടെ ഒക്കെ എന്തുവാ പുതിയ എപ്പിസോഡ്, പുതിയ
പുതിയ അടുക്കളയിലെ പാചകങ്ങൾ ഈ പിറകെ അടുക്കളയിൽ നിന്ന് വരുന്നതായിരിക്കും. അപ്പൊ ഇഞ്ചി തീയൽ വേറെ രീതിയിലാണ് വെച്ചത്, വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഓക്കെ, ബൈ ബൈ. ബൈ.